എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാനും വർമ്മച്ചേട്ടനൊക്കെ ജഗന്നാഥ വർമ്മ സാർ. അതെ, വർമ്മച്ചേട്ടനൊക്കെ കണ്ണൂർ ഒരു സിനിമയുടെ വർക്ക് എടുക്കാം. എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അത് ശശിയേട്ടൻ്റെ പടമാണ്. അവിടുന്ന് ഒരു കോള് വരുന്നു, നിങ്ങൾ രണ്ടുപേരും ട്രെയിൻ കയറി ചെന്നൈ വരിക, ചെന്നൈയിൽ ഒരു ഫ്ലൈറ്റ് എടുത്തിട്ട് ഡൽഹി വരിക. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും അവിടെ ചെല്ലുന്നു, ചെന്നൈ ചെല്ലുന്നു, ഫ്ലൈറ്റ് എടുത്തിട്ട് ഡൽഹി ചേരുന്നു. ഇത് എന്തിനാണെന്ന് നമുക്കറിയില്ല. ജോഷിയേട്ടൻ്റെ പടം അറിയില്ല. അല്ല, ജോഷിയേട്ടൻ്റെ പടമാണെന്നറിയാം, കഥാപാത്രം ഒന്നും അറിയില്ല, കഥാപാത്രം അറിയില്ല, എന്ത് പടമാണെന്നറിയില്ല, ഒന്നും അറിയില്ല. അങ്ങനെ ഞാൻ അവിടെ ചെല്ലുന്നു. അവിടെ ന്യൂഡൽഹിയിലെ ഒരു വലിയൊരു ഹോട്ടലല്ല, ഒരു മീഡിയം ലെവലിലുള്ള ഹോട്ടല്. എൻ്റെ ഒരു ഗൗരവ് എന്നുള്ള പറഞ്ഞൊരു ഹോട്ടല് ചെല്ലുമ്പോൾ അവിടെ ഞാൻ കാണുന്നത് സിദ്ദിഖ്, മോഹൻ ജോസ്, അങ്ങനെ കുറേ വിജയരാഘവൻ, കുറേ ആൾക്കാരൊക്കെ കൂടിയിരിക്കുന്ന ഒരു റൂം. അവിടേക്ക് ഞങ്ങൾ വരുന്നു. അതാണ് ഞങ്ങളുടെ ആദ്യത്തെ എൻട്രി. അപ്പം നമുക്കിതിനെപ്പറ്റി, റോളിനെ പറ്റിയിട്ടോ ഈ ക്യാരക്ടറിനെ പറ്റിയിട്ടോ ഒന്നും ഐഡിയ ഇല്ല. അങ്ങനെ 2-3 ദിവസം ഒരു വർക്കുമില്ലെന്ന് കാത്തിരിക്കുന്നു. സുഖമായിട്ട് താഴെ ഇറങ്ങുന്നു, പോകുന്നു, ഷോപ്പിംഗ് നടത്തുന്നു. ജോളി ആയിട്ടുള്ള ലൈഫാണ്. ഡൽഹിയുടെ ഒരു അത്ഭുതം. ഡൽഹി. പിന്നെ ഞാൻ ആദ്യത്തെ ഷോട്ട് വരുന്നത് ഒരു ജയിലാണ്. ആ ജയിലിനകത്ത് എൻ്റെ എൻട്രി ജഗന്നാഥ വർമ്മ ചേട്ടൻ്റെ എൻട്രി ചെയ്യുന്നതാണ്. അതിന് വലിയ കാര്യമായിട്ട് എൻട്രി ഇങ്ങനെ വരുന്നു. അപ്പോഴും എനിക്ക് റോൾ അറിയില്ല, ഇതാണ് സംഭവം എന്നറിയില്ല. നീ അവിടെ പോയി അവിടെ നിൽക്കുക. അപ്പോൾ ജുബ്ബയൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഒരു വേഷമാണ്. അപ്പോൾ ഈ വലിയൊരു ഫോർട്ടാണ് ഈ ജയിലായിട്ട് വെച്ചിട്ട്, കോട്ടയാണ്, വലിയൊരു കോട്ടയാണ്. അപ്പോൾ കോട്ടയുടെ ആ ഗേറ്റിൽ നിന്നും ഞങ്ങൾക്ക് നടന്നു പോകണം. വലിയ ഷോട്ടാണ്. ജോഷിയേട്ടൻ അവിടെ അങ്ങ് അകലെ വലിയ ട്രോളി ക്രെയിനൊക്കെ വെച്ചിട്ടുള്ള ഷോട്ടാണ്. ഇങ്ങനെ വരുന്നു, ഭയങ്കര മ്യൂസിക്. ഇങ്ങനെ നീ എൻട്രിയാണിത്, സിനിമയിലത്തെ ഫസ്റ്റ് എൻട്രി ആണെന്ന് പറയുന്നു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് വലിയ സ്റ്റൈലായിട്ട് ഇങ്ങനെ നടന്നു വരുന്നു. അപ്പോഴും കഥാപാത്രം അറിയില്ല. അപ്പോൾ ഇതിനകത്ത് വില്ലനാണോ അല്ലെങ്കിൽ ഏതെങ്കിലും ക്യാരക്ടർ റോളാണോ ഒന്നും നമുക്കറിയില്ല. അപ്പോഴും എൻ്റെ അടുത്ത് പറയുന്നില്ല. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പം ഞാൻ പറഞ്ഞ ഷോട്ടൊക്കെ എടുത്തത്. അവിടെ എല്ലാം എടുത്തു കഴിഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ട് വന്നു. ഇതിൻ്റെ ഒരു ജുബ്ബ ഇട്ട്, ഒരു വേസ്റ്റ് കോട്ട് ഒക്കെ ഇട്ടിട്ട് വന്നു. എന്നെ കൂടെ നോക്കി, കോസ്റ്റ്യൂമർ വിളിക്കും, കണ്ണടകൾ കൊണ്ടാ. അങ്ങനെ കുറേ കണ്ണടകൾ കൊണ്ടു. അങ്ങനെ ഒരു കറുത്ത തിക്കായിട്ടുള്ള ഗ്ലാസ് വന്നു, അത് വെച്ച് നോക്കും. ഇത് മതി. എന്നോട് ചോദിക്കുന്ന ഒരു പ്രശ്നമില്ല. പിന്നീട് എല്ലാ ഭാഷയിലും അഭിനയിച്ചെങ്കിലും ദേവേട്ടന് ചിന്തിക്കുമ്പോൾ അങ്ങനെ ഇല്ലെന്ന് പറഞ്ഞാൽ ദേവേട്ടനിലെ മലയാളീനെ ഒരു ഉത്തരേന്ത്യക്കാരനാക്കി മാറ്റുന്നതിനകത്ത് ആ കന്നഡയൊക്കെ വഹിച്ച പങ്ക് വളരെ വലുതാണ്. ആ സിനിമ നമ്മൾ കാണുമ്പോഴേ അത്രയും പ്ലാൻഡ് ആയിട്ട് തന്നെയാണ് ചെയ്തത്. ഞാനിപ്പോൾ ഓർക്കുമ്പോഴേ എനിക്ക് അന്ന് ഒരു ഭയമോ പേടിയോ നെർവസ്നെസ്സോ ഇല്ല. കാരണം ഇതിന്റെ ഒരു സീരിയസ്നെസ് എനിക്ക് അറിയില്ല. മനസ്സിലായില്ലേ? എനിക്കിതിന് നമ്മൾ സീരിയസ് ആയിട്ട് വന്ന് ഈ അഭിനയിക്കാൻ വേണ്ടി വന്ന് വലിയ സീരിയസ് ആയിട്ട് ഞാൻ വേണ്ടി വാസ്തവത്തിൽ അവിടെ വന്നത് അന്നും ഞാൻ പറഞ്ഞല്ലോ, ഈ ന്യൂഡൽഹി എന്ന സിനിമ ഞാൻ അഭിനയിക്കുമ്പോഴും ഈ തൊഴിൽ ഞാൻ തുടർന്നുകൊണ്ട് പോകും എന്നുള്ളൊരു വിശ്വാസം എനിക്കില്ലായിരുന്നു. മനസ്സിലായില്ലേ? എൻ്റെ ഒരു ജീവിതത്തിൻ്റെ അന്നത്തെ പ്രോബ്ലംസ് കാരണം. അപ്പോൾ എനിക്ക് എന്ത് റോള് എന്നുള്ളതാണ്. അപ്പോൾ അല്ലാതെ ഡയലോഗ് കൊണ്ടുവന്നു, ഡയലോഗ് പറയാൻ പറഞ്ഞു, ഡയലോഗ് പറയുന്നു. അതല്ലാതെ എന്തെങ്കിലും ഈ ഭാവഭേദങ്ങൾ ഉണ്ടാക്കുകയോ അങ്ങനെയൊന്നും എനിക്ക് വരുന്നില്ല.